തലവൻ അതുപോലെ തന്നെ പവി കെയർടേക്കർ എന്നീ ചിത്രങ്ങളുടെ ഓൺലൈൻ റിലീസ് സ്ഥിതി ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പുതിയ മലയാള ചിത്രങ്ങളുടെ ഓൺലൈൻ റിലീസ് സ്ഥിതികളെ കുറിച്ചൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ ആദ്യ ചിത്രം ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാര്യം ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന ചീന ട്രോഫി എന്നൊരു മലയാള ചിത്രമാണ്. ധ്യാൻ ശ്രീനിവാസന്റെ സ്ഥിരം ചിത്രങ്ങളെ പോലെ തന്നെ ഈ ഒരു ചിത്രവും റിലീസ് ചെയ്തതും പോയതൊന്നും ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. ആമസോൺ പ്രൈം എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഈ ഒരു ചിത്രം ഇന്ന് മുതൽ, അതായത് ഓഗസ്റ്റ് 30 മുതൽ പ്രീമിയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. രണ്ടാം ചിത്രം കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ലെവൽ ക്രോസ് എന്നൊരു ത്രില്ലർ ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിൽ ആസിഫ് അലി, അമല പോൾ, ഷറഫുദ്ദീൻ എന്നിവരൊക്കെയാണ് പ്രധാന വേഷങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അന്ന് ഈ ഒരു ചിത്രത്തിന് അത്യാവശ്യം നല്ല റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിലും ഒരു സ്ലോ പേസിൽ പോകുന്ന ഒരു ചിത്രം ആയതുകൊണ്ട് തന്നെ തിയേറ്ററുകളിൽ ഈ ഒരു ചിത്രത്തിന് വലിയ വിജയമൊന്നും ആയിട്ട് മാറാനായിട്ട് അന്ന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് ആമസോൺ പ്രൈം ആണ് എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആമസോൺ പ്രൈമിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന ഓണത്തിന്, അതായത് സെപ്റ്റംബർ 6 അല്ലെങ്കിൽ 12 ആയിട്ട് പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. അടുത്തത് ബഡ്ഡി എന്നൊരു തെലുങ്ക് ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ ഇന്ന് മുതൽ ഈ ഒരു ചിത്രം മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിലായിട്ട് പ്രീമിയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മാസം ആദ്യ ആഴ്ചകളിലായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കോമഡി എന്റർടൈനർ ആയിട്ടുള്ള ഒരു മലയാള ചിത്രമാണ് അഡിഗോസ് അമിഗോസ് എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത് ആസിഫ് അലിയും സുരാജും ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിപ്പോർട്ടുകളൊക്കെ തന്നെയായിരുന്നു ഈ ഒരു ചിത്രത്തിന് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ നെറ്റ്ഫ്ലിക്സ് ആണ് ഏറ്റെടുത്തുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രവും ഈ വരുന്ന സെപ്റ്റംബർ 6 അല്ലെങ്കിൽ 12 ഒക്കെ ആയിട്ട് ഓണം റിലീസായിട്ട് തന്നെയായിരിക്കും നെറ്റ്ഫ്ലിക്സിലൂടെ പ്രീമിയർ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. നമ്മുടെ ലിസ്റ്റിലെ അഞ്ചാമത്തെ ചിത്രം ട്വിസ്റ്റേഴ്സ് എന്നൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ഈ ഒരു ചിത്രം ബുക്ക് മൈ ഷോ എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഇന്ന് മുതൽ ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ഭാഷകളിലായിട്ട് പ്രീമിയർ ചെയ്ത് തുടങ്ങാൻ പോവുകയാണ്. അടുത്തത് ഇപ്പോൾ തിയേറ്ററുകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന വാഴ എന്ന മലയാള ചിത്രത്തിന്റെ അതേ പേരിൽ തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഗംഭീര തമിഴ് ചിത്രമാണ്. മാരി സെൽവരാജിന്റെ ഡയറക്ഷനിൽ വന്നിട്ടുണ്ടായിരുന്ന വാഴൈ എന്ന ചിത്രം. മാരി സെൽവരാജിന്റെ സ്ഥിരം ചിത്രങ്ങളെ പോലെ തന്നെ ഈ ഒരു ചിത്രത്തിനും ഗംഭീരമായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചിത്രത്തിൽ നിഖില വിമലും ഒരു പ്രധാന വേഷമൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ്. അപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം അവസാന ആഴ്ചകളിലായിട്ടാണ് പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. ഏഴാമത്തെ ചിത്രം ദിലീപേട്ടൻ്റെ ഈ അടുത്ത് നല്ല റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ഒരു കോമഡി എന്റർടൈനർ ആയിട്ടുള്ള ഒരു ചിത്രമായിട്ടുള്ള പവി കെയർടേക്കർ എന്ന മലയാള ചിത്രമാണ്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് മനോരമ മാക്സ് ആണ്. അപ്പോൾ മനോരമ മാക്സിലൂടെ ഈ ഒരു ചിത്രം പ്രീമിയർ ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുകയായിരുന്നു. എല്ലാം മനോരമ മാക്സിലൂടെ ഈ ഓണത്തിന് തന്നെ ഈ ഒരു ചിത്രം പ്രീമിയർ ചെയ്യുമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. അതായത് ഈ വരുന്ന സെപ്റ്റംബർ 6 മനോരമ മാക്സ് എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഈ ഒരു ചിത്രം പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ വാഴ എന്ന ചിത്രത്തിന്റെ കൂടെ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന മറ്റൊരു മലയാള ചിത്രമാണ് പാലും പഴവും എന്ന ചിത്രം. ഇതും ഒരു കോമഡി മൂവി തന്നെയാണ്. പക്ഷേ ഈ ഒരു ചിത്രത്തിന് ഗംഭീരമായിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും വരാത്തത് കൊണ്ട് തന്നെ അന്ന് ഈ ഒരു ചിത്രം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് മനോരമ മാക്സ് തന്നെയാണ്. അപ്പോൾ മനോരമ മാക്സിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന ഒക്ടോബർ മാസമൊക്കെ ആയിട്ടായിരിക്കും പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ ചിത്രം ആസിഫ് അലി, ബിജു മേനോൻ എന്നിവരൊക്കെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഗംഭീര ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമായിട്ടുള്ള തലവൻ എന്ന മലയാള ചിത്രമാണ്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ റിലീസിനായിട്ടൊക്കെ നമ്മൾ ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുകയാണ്. ഏതായാലും ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് സോണി ലീവ് ആണ്. അപ്പോൾ സോണി ലീവിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന ഓണത്തിനാണ് പ്രീമിയർ ചെയ്യാൻ പോകുന്നത് എന്ന് ഞാൻ മുമ്പുള്ള വീഡിയോകളിലായിട്ട് നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ സെപ്റ്റംബർ 12 സോണി ലീവിലൂടെ ഈ ഒരു ചിത്രം പ്രീമിയർ ചെയ്യും എന്നായിരുന്നു അവർ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എങ്കിലും ഇപ്പോൾ ആ ഒരു ഡേറ്റ് ഒന്ന് അവർ പ്രീപോണ്ട് ചെയ്തിട്ടുണ്ട്. അതായത് സെപ്റ്റംബർ 10 ആയിരിക്കും സോണി ലീവിലൂടെ ഈ ഒരു ചിത്രം പ്രീമിയർ ചെയ്യാൻ പോകുന്നത് എന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോസ് ഒക്കെ എപ്പോഴും കാണുന്നത് എങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.